ജസ്ന. അതെ, ഹലോ. ആരായിരുന്നു? ആ, ഹലോ. ഞാന് അന്ന് ഇന്നലെ ഒരു മുഖത്തൊരു പാട് ഇട്ടിട്ടൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഇത് വെച്ചിട്ട്. ആ, അപ്പൊ ഞാൻ കമന്റ് ഇട്ടില്ലേ, ഞാനിങ്ങനെ വേദന ഞാൻ കമന്റ് ഇട്ടിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായിരുന്നു? ഞാൻ കമന്റ് അങ്ങനെ നോക്കാറില്ല. കമന്റ് ഞാൻ പറഞ്ഞുതരാട്ടാ. മറ്റേ പുലിയുടെ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടില്ലേ. ഒരു മിനിറ്റ് മോനെ. സോറി സോറി കേട്ടോ തന്നോട്. നമ്മൾ തമ്മിൽ ഒരു വിരോധവും ഇല്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ ആ കമന്റ് ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി തോന്നി, എന്തുകൊണ്ട് എങ്കിലും നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ലാത്തതിന് നമ്മ അല്ലേ. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടു എന്നാ പറയുന്നത്? നിങ്ങൾ എന്ത് കമന്റ് ഇട്ടു എന്നാണ് പറയുന്നത്? ഇയാളുടെ മുഖത്തൊരു എന്തോ ഇട്ടിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഞാൻ അതിനകത്ത് ഇങ്ങനെ തീരെ ഇതൊക്കെ പറഞ്ഞോണ്ട് ഇട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ കണ്ടില്ലേ. അപ്പൊ ഞാനപ്പോ തന്നെ ഡിലീറ്റ് ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത്. അതെയോ? ഞാൻ കണ്ടില്ല. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി. നമ്മ തമ്മിൽ എന്തിനാ പ്രശ്നം? നമ്മ തമ്മിലൊരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അതിന്റെ കൊത്തിയ ഒരു ഇതുപോലെ സങ്കടം വന്നു. നമ്മളായിട്ടൊരു പ്രശ്നത്തെ ആളായിട്ട് എന്തിനു വെറുതെ ബഹളം ഉണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കണം. അത് സാരല്ല. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണല്ലോ കമന്റ് ബോക്സ് എന്ന് പറയുന്ന സംഭവം. പക്ഷെ അതിപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അതെനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാനത് എന്റെ ഭാഗത്ത് തെറ്റ് വന്നാണ് ഞാനത് മനസ്സിലാക്കി. ഞാനത് കമന്റ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു, ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത്? കമന്റ് ഇട്ടതിൽ കുറ്റബോധം തോന്നുന്നു എന്നാണോ പറയുന്നത്? അപ്പൊ ഞാനത് കളഞ്ഞു. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അത് ഇയാൾക്ക് ഭയങ്കര വിഷമായി. നമ്മളായിട്ട് യാതൊരു പ്രശ്നമില്ലാത്തവർക്ക് നമ്മളെന്തിനു വെറുതെ ഇങ്ങനെ കിടന്ന്. അത് സാരല്ല. ഞാൻ പറഞ്ഞല്ലോ, എടോ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു തെറ്റുകാരിയും കുറ്റക്കാരിയും അല്ല എന്നുള്ളത് നാളെ കാലം തെളിയിക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ താങ്കൾക്ക് മനസ്സിലായത് പോണം എല്ലാവർക്കും അങ്ങ് മനസ്സിലായിക്കോളൂ. മനസ്സിലാവട്ടെ, പ്രാർത്ഥിക്കാം. വന്നിട്ടുണ്ടായിരുന്നു. അതെയോ? ഞാൻ അതിലെ പാസ് ചെയ്യുന്ന സമയത്ത് കൊടുങ്ങല്ലൂർ അമ്പലം അവിടെ ആണെന്ന് കേട്ടപ്പോ ഒന്ന് കേറിയതാണ്. ഞാൻ കോഴിക്കോട് ജില്ലയാണ്. അപ്പൊ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി. ഞാൻ കായംകുളത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ അടുത്താണ് എന്ന് കേട്ടപ്പം ഒന്ന് ജസ്റ്റ് കേറി അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു എന്നേ ഉള്ളൂ. നല്ല കാര്യമാണ്. ഉഷാറായിട്ട് പോകുന്നു. ഓ, ആയിക്കോട്ടെ. ഏതായാലും തെറ്റിദ്ധാരണ മാറി എന്ന് പറഞ്ഞല്ലോ, അതെന്നെ ഭയങ്കര സന്തോഷം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ കമന്റ് ഇട്ടപ്പോ തന്നെ അത് മാറ്റി കളഞ്ഞു. ആ മുഖത്ത് പാട് എന്തോ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്തോ പ്ലാസ്റ്റർ പോലെ കറുത്ത പാടുകൾ ഉണ്ടായി. അതൊരു ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുത്തതാണ്. ഞാനപ്പോ ഇയാള് പറഞ്ഞില്ലേ എന്റെ ശത്രുക്കളുടെ ഒരു ഇതാണെന്ന് പറഞ്ഞോണ്ട്. അപ്പൊ എനിക്കതാപത്ത് വന്നപ്പോ ഞാൻ ഈ കമന്റ് ഇട്ട് ശരിയല്ലല്ലോ എന്നൊരു തോന്നല് തോന്നി. എനിക്കതൊരു ആപത്തൊന്നുമല്ല. സൗന്ദര്യം കൂട്ടാനുള്ള ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും അല്ലടാ, ഞാനും അവര് കമന്റ് ഇടാം, ഞാനും ഇട്ടിട്ടുണ്ടാ. അതാണ് എനിക്ക് വിഷമം വന്നിട്ട്. അത് സാരല്ല. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ ഒരുപാട് കമന്റുകൾ വരുന്നതല്ലേ. താങ്കൾക്ക് അത് മനസ്സിലായില്ല ഞാൻ തെറ്റുകാരിയല്ല മറ്റേയാള്. അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല. പരാതി എടുത്തിട്ട്. എന്റെ പേര് അരുൺ എന്നാണ് കേട്ടോ. അതെയോ? എറണാകുളത്താണ് എന്റെ പേര്. ആലുപേര്. എന്റെ ബ്രദറിന്റെ പേരും അരുൺ എന്നാണ്. കാണാറുണ്ട്. മറ്റേ ചേച്ചി നല്ല ചീത്ത അറിയണ്ടല്ലോ. അവള് ചോദിച്ചു വാങ്ങുന്നതാണല്ലോ. എന്തിനാ അവൾക്ക് ഒരു കൃഷ്ണന്റെ പടം വരച്ച് പന്താ ഗുരുവായൂർ പോകുന്നിട്ട് എന്താണ് ഇപ്പൊ എന്തോ ആൾക്കാര് ശബരിമല. ഞങ്ങളുടെ നാട്ടിലോട്ട് പോവാ. ഇവിടെ ഉണ്ടല്ലോ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഞങ്ങളുടെ അവിടെ. ഞങ്ങൾക്ക് അവിടെ ഭയങ്കര വിശ്വാസം. ഞങ്ങൾ ഹിന്ദുസാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസത്തോടെ അവിടെ ഞങ്ങൾ പോയി അറിഞ്ഞ് പ്രാർത്ഥിക്കാണ്ടല്ല അവിടുത്തെ തങ്ങളുപ്പാപ്പ ഞങ്ങൾക്ക് അതിന്റെ ഫലം കാണിച്ചു തരും. അതെല്ലാം ഒന്നാടോ, നമ്മള് പല പല പേരിൽ വിളിക്കുന്നേ ഉള്ളൂ. അതെ.
തിരിച്ചു വന്നോ? ഓ ആ അല്ല ഞാൻ ഇവിടെ ജോലി സ്ഥലത്താണ് അപ്പഴാണ് ആ വിളിച്ചത്. ആയിക്കോട്ടെ, എന്നാ പിന്നെ ജോലി നടക്കട്ടെ ആ കേട്ടോ. ആ ഏതായാലും തെറ്റുകാരണം നമ്മളറിയല്ലോ, അതെന്നെ ഭയങ്കര അത് സന്തോഷം. മതി. ഓക്കെ. എന്നിട്ട് പടം വരക്കട്ടാ. ഓ ആയിക്കോട്ടെ ബ്രോ. അതൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറക്കാം. ഓ ചെയ്യാം. ആയിക്കോട്ടെ. ഓ ആ ആയിക്കോട്ടെ ആ ആ ആയിക്കോട്ടെ. ആ എന്നാ ശരി ഇനി കേട്ടോ. വരുമ്പോ വിളിക്കട്ടാ. ഓ കാണാം നമുക്ക്. വിളിക്കാവേ. ആ എന്നാ ശരി. ആ ആ. ആ